രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളുടെ മുൻ തലമുറയിൽ നിന്നും ദീപശിഖ ഏറ്റുവാങ്ങി നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കേണ്ടവർ നിങ്ങളാണ്. ഒന്നുകിൽ നിങ്ങളും സമൂഹവും രക്ഷപ്രാപിക്കും, അല്ലെങ്കിൽ നിങ്ങളും സമൂഹവും നശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും വലിയ പ്രതീക്ഷയായി, സകല പ്രത്യാശയുമായി ലോകത്ത് നാം നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളെ നമ്മൾ പ്രത്യേകമായി സമർപ്പിച്ച് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ എല്ലാ പ്രതീക്ഷകളും പ്രത്യാശകളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ഒരു കാലഘട്ടമാണ് യുവത്വമെന്ന് പറയുന്നത്. ഊർജ്ജസ്വലമായ ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ ലോക ജീവിതം നയിക്കുവാൻ, പ്രിയപ്പെട്ട യുവാക്കളെ ശക്തിപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ വലിയ കരങ്ങൾ യുവജനങ്ങളുടെ മേൽ വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സഭാപ്രസംഗകൻ 12-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നു: നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും അവസാനിക്കുന്ന നാളുകൾ ആഗമിക്കുന്നതിന് മുമ്പ്, പ്രിയപ്പെട്ട യുവജനമേ, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. പ്രിയപ്പെട്ട യുവജനമേ, നമുക്ക് യൗവനകാലത്ത് നമ്മുടെ സൃഷ്ടാവിനെ സ്മരിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അവനോട് ചേർന്ന് നിന്നുകൊണ്ട്, ഉദ്ധിതനായ യേശുക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ട്, അവൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന കുഞ്ഞാട് എന്ന് വിശുദ്ധ യോഹന്നാൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ മുൻപാകെ പോകുവാൻ പ്രിയപ്പെട്ട യുവാക്കളെ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള, ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ വീക്ഷിക്കുന്ന മുഴുവൻ യുവജനങ്ങളെയും യുവാക്കളെയും സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രതീക്ഷയായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ യുവാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് അവരെ ഒന്ന് സ്തുതിച്ച് അവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ യുവജനങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ പ്രതീക്ഷയായ, സഭയുടെ പ്രതീക്ഷയായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ യുവാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച്, കർത്താവേ, ഞങ്ങളിതാ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇരിക്കാം. ഇപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് ഓർക്കുക, ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഈ സമൂഹം നോക്കിക്കാണുന്നതാണ് ഈ ലോകത്തിൽ 50% വരുന്ന നമ്മുടെ യുവജനങ്ങളെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥ അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയാണ്. ഞങ്ങളെ ആരെയാണ് പിന്തുടരേണ്ടത്? ഞങ്ങൾ ആരെയാണ് ഞങ്ങൾക്ക് വഴികാട്ടിയാകുന്നത്? ഒരു ലക്ഷ്യബോധമില്ലാതെ മുൻപോട്ട് നീങ്ങുന്ന പ്രിയപ്പെട്ട യുവ മനസ്സുകളെ നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ ചൈതന്യം ഈ സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്ന ആദിമ ക്രൈസ്തവരെ പോലെ വലിയ ആത്മീയ ചൈതന്യത്തിൽ നാം നോക്കിക്കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവജനങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ ഈ കാലഘട്ടത്തിൻ്റെ വലിയ ശക്തിയാണ്. ഈ കാലഘട്ടത്തെ നമുക്ക് നയിക്കുവാനുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട യുവജനങ്ങളാണ്. പ്രിയപ്പെട്ട യുവാക്കൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ വളർന്നു വരുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ വലിയ ചൈതന്യത്താൽ വളർന്നു വരുന്നതിന് വേണ്ടി
ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശക്തി സംഭരിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട യുവജനങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിച്ച് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൽ നിന്ന് 1 or 2 പേർ ഇപ്പോൾ പ്രിയപ്പെട്ട ആ യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അവർക്കുണ്ട്. മദ്യപാനം, അതോടൊപ്പം തന്നെ തങ്ങൾ എങ്ങോട്ട് പോകണം ഒരു ലക്ഷ്യബോധമില്ലാത്ത യുവാക്കൾ, ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കൾ, പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിൽ അടിമപ്പെട്ടുള്ള യുവാക്കൾ, അവരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം സമൂഹത്തിൽ നിന്ന് 1-2 പേർ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, സങ്കീർത്തന പുസ്തകം 119 അധ്യായം 9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും? അവർ തൻ്റെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ. കർത്താവായ ഈശോയെ, എല്ലാ യുവജനങ്ങളും അങ്ങയുടെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ആ വചനത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്ന് ലോകത്തിന് നന്മയുടെ വക്താക്കളായിട്ട് മാറുവാൻ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, ഇന്ന് വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുന്ന എല്ലാ യുവതി യുവാക്കളെയും കർത്താവെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമില്ല എന്നും ദൈവത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലെന്നും വിചാരിച്ചു കഴിയുന്ന ഇന്നത്തെ യുവതലമുറ, കൗദാശിക ജീവിതത്തിൽ അകന്നു കഴിയുന്ന യുവജനങ്ങൾ, കർത്താവെ ഇവരെല്ലാം അങ്ങോട്ട് ചേർത്ത് വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് അങ്ങയുടെ സ്നേഹം ചുരിയപ്പെടുവാനും അവർക്ക് തിരിച്ചറിവുണ്ടായി ദൈവസ്നേഹത്തിൽ ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ആ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, എല്ലാ യുവതി യുവാക്കന്മാരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. ജീവിത വിശുദ്ധിയിൽ വളരുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും നൈർമല്യ ജീവിതത്തിൽ അവർ വളർന്നു വരുവാനും ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആഴപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപ ഓരോ യുവതി യുവാക്കന്മാർക്കും നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, തെറ്റായ ബന്ധങ്ങളിലൂടെ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നിലൂടെ സഞ്ചരിക്കുന്നവന് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കേണ്ടി വരികയില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട യുവാക്കളെ, കർത്താവായ ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശമായ യേശു ക്രിസ്തുവിലൂടെ സഞ്ചരിക്കുവാൻ, ദൈവത്തിൻ്റെ പാതയിലൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ലോകത്തിൻ്റെ പ്രകാശമായ യേശു തമ്പുരാനെ, അവനെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഈ ഗാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള യുവാക്കൾ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ പിന്തുടരുവാൻ ദൈവമേ, ഞങ്ങളുടെ യുവാക്കളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൈയടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വലിയ ശക്തിയോടുകൂടി. യേശുവിൻ യുവാക്കൾ നാം, യേശുവിൻ്റെ പാതയിൽ നീങ്ങിടും യുവത്തിടമ്പുകൾ. ലോകത്തിൻ പ്രകാശമായി ഭൂമി തന്നിലുപ്പുമായി തീർന്നിടേണ്ട സ്നേഹസാക്ഷികൾ. ചേർന്ന് പാടാം. യേശുവിൻ യുവാക്കൾ നാം, യേശുവിൻ്റെ പാതയിൽ നീങ്ങിടും യുവത്തിടമ്പുകൾ. ലോകത്തിൻ പ്രകാശമായി ഭൂമി തന്നിലുപ്പുമായി തീർന്നിടേണ്ട സ്നേഹസാക്ഷികൾ. സ്നേഹപാലക, ജീവദായക, ശക്തിയേകി കാത്തുകൊള്ളുക. ചേർന്ന് പാടി. സ്നേഹപാലക, ലോകത്തെമ്പാടുമുള്ള എല്ലാ യുവാക്കളെ സമർപ്പിച്ച് അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർന്ന് പാടുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള
തെറ്റായ ജീവിതത്തിലായിരിക്കുന്ന മുഴുവൻ യുവജനങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇതാ ഈ ഗാനത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ചിന്തയും നാവിലേശു നാമവും മാനസത്തിലേശു മാത്രവും, ഹൃത്തിലേശു ചിന്തയും നാവിലേശു നാമവും മാനസത്തിലേശു മാത്രവും, കണ്ണിലേശു രൂപവും ചുണ്ടിലേശു വചനവും പേരിടുന്നു സ്നേഹസാക്ഷികൾ. ശക്തിയോടെ കണ്ണിലേശു രൂപവും ചുണ്ടിലേശു വചനവും പേരിടുന്നു സ്നേഹസാക്ഷികൾ. ശക്തിയോടെ സ്നേഹപാലക ജീവദായക ശക്തിയേകി കാത്തുകൊള്ളുക. സ്നേഹപാലക ജീവദായക ശക്തിയേകി കാത്തുകൊള്ളുക. യേശുവിൻ യുവാക്കൾ നാം യേശുവിൻ്റെ പാതയിൽ നീങ്ങിടും യുവത്തിടമ്പുകൾ. ലോകത്തിൻ പ്രകാശമായി ഭൂമി തന്നിൽ ഉപ്പുമായി തീർന്നിടേണ്ട സ്നേഹസാക്ഷികൾ. യേശുവിൻ യുവാക്കൾ നാം ചേർന്ന് യേശുവിൻ്റെ വലിയ പാതയിൽ ശക്തിയോടുകൂടി പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും ഇപ്പോൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ യുവാക്കളോടും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ജീവദായക ശക്തിയേകി കാത്തുകൊള്ളുക. സ്നേഹപാലക ജീവദായക ശക്തിയേകി കാത്തുകൊള്ളുക. സ്നേഹപാലക ജീവദായക ശക്തിയേകി കാത്തുകൊള്ളുക. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ പോലെ ജീവിത വിശുദ്ധിയിൽ വളർന്നു വരുന്ന ഒരു യുവതലമുറയാണ് ഇന്ന് നമുക്ക് ആവശ്യം. ജീവിത വിശുദ്ധി ഇല്ലാതെ ഈ കാലഘട്ടത്തിനനുസൃതമായി ജീവിക്കുന്ന ഒരുപറ്റം യുവതലമുറ നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ പരിശുദ്ധ അമ്മ എപ്രകാരം ഈ ലോകത്തിൽ ജീവിച്ചുവോ അതേ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വലിയ കൃപ പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 14-15 വാക്യം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം വളർച്ച പ്രാപിച്ച് മരണത്തെ വരിക്കുന്നു. പ്രിയപ്പെട്ട യുവാക്കളെ, എല്ലാ തരത്തിലുമുള്ള പാപകരമായിട്ടുള്ള ചിന്തയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് കർത്താവിലേക്ക് തിരിയുവാൻ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട യുവാവേ, പ്രിയപ്പെട്ട യുവജനമേ, ഏതെങ്കിലും തരത്തിലുള്ള പാപ അന്ധകാരത്തിലാണോ നീ? ആ പാപാവസ്ഥയെ വെടിഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് തിരിയുക. ജീവിത വിശുദ്ധിയിൽ വളർന്നു വരുവാൻ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ഏതു ഭാഗങ്ങളിലായിരുന്നാലും ശരി, പാപം ചെയ്യാതെ, പാപത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിൽ അനുരൂപരാകാതെ ദൈവത്തിൻ്റെ വലിയ വിശുദ്ധിയിൽ വളർന്നു വരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയിൽ ആശ്രയിക്കുവാൻ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും വചനം നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. ജെറമിയ പ്രവാചകൻ 29-ാം അധ്യായം 11-ാം തിരുവചനം. പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ടവരെ, വചനം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, മറിച്ച് അത് നിന്റെ ക്ഷേമത്തിനാണ്. ശുഭകരമായ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള നിന്നെക്കുറിച്ച് ഉള്ളൊരു പദ്ധതി. പ്രിയപ്പെട്ട യുവജനമേ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തെക്കുറിച്ച് പലതരത്തിലുള്ള ആകുലതയുണ്ട്, പലതരത്തിലുള്ള അസ്വസ്ഥതയുണ്ട്. ഒരുപക്ഷെ നീ പലതരത്തിലുള്ള മാരകമായ ലഹരിക്ക് അടിമപ്പെട്ടവനായിരിക്കാം. പക്ഷേ കർത്താവായ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നിന്റെ നാശത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. നീ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ഏതെല്ലാം തരത്തിലുള്ള ആകുലതകൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ഒരുപക്ഷെ നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതയാകാം, നിനക്ക് നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ലക്ഷ്യബോധമില്ലായ്മയാകാം, അല്ലെങ്കിൽ നാളുകളിൽ നീ എന്തായി തീരുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആകുലതയാണ്.
മറിച്ച് വചനം ഇപ്രകാരമാണ്. പ്രിയപ്പെട്ട യുവജനമേ, നിന്നെ ഓർമ്മിപ്പിക്കുന്നത്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഒരിക്കലും നിന്റെ നാശത്തിന് വേണ്ടിയിട്ടല്ല, അത് നിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് ഒരു ശുഭകരമായ ഭാവി നിനക്ക് നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കണം, ഇന്ന് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, മാതാപിതാക്കളെ അനുസരിക്കാത്ത യുവാക്കൾ, ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കൾ, തെറ്റായ ബന്ധങ്ങളിൽ, പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെട്ട യുവാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്, യുവതികൾ നമ്മുടെ മുമ്പിലുണ്ട്. വിശ്വാസത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന യുവജനത നമ്മുടെ മുമ്പിലുണ്ട്. അവരെയെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട യുവജനമേ, എന്തിനാണ് ഇതാ ലോകത്തിൻ്റെ പ്രകാശമായിട്ടുള്ള യേശുക്രിസ്തുവിനെ പിഞ്ചെന്നുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പുറകട്ടു പോയാൽ അതുകൊണ്ട് എന്തു ഫലമാണ്? വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, ഇന്ന് സഭയും സമൂഹവും നിങ്ങളെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് രോമാഞ്ചം കൊള്ളുകയാണ്, നിങ്ങളെ കാണുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം നിങ്ങൾ ദുഷ്ടന്മാരെ വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾ ദുഷ്ടന്മാരെ വിജയിച്ചിരിക്കുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 13-ാം തിരുവചനം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. യുവാക്കന്മാരെ, നിങ്ങൾ ദുഷ്ടന്മാരെ വിജയിച്ചിരിക്കുന്നു. യുവാക്കന്മാരെ, നിങ്ങൾ ദുഷ്ടന്മാരെ വിജയിച്ചിരിക്കുന്നു. നിങ്ങളിൽ വചനം കുടികൊള്ളുന്നത് കൊണ്ട് നിങ്ങൾ ദുഷ്ടന്മാരെ വിജയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട യുവജനമേ, നിങ്ങളിൽ വചനമുള്ളത് കൊണ്ട്, വചനമാണ് നിങ്ങളുടെ വലിയ ശക്തി. ആ ശക്തി സംഭരിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ ഗാനത്തോട് ചേർന്നുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നാളുകളിൽ നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നതും ഈ യുവസമൂഹത്തെയാണ്. ഈ യുവക്കൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാൻ, ലോകത്തിൽ പ്രകാശമാകുവാൻ നമ്മളിപ്പോൾ ഈ ഈരടിയോട് ചേർന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, അപ്പോൾ യൂദയായാലും ജെറുസലേമിലും സമരിയായാലും നിങ്ങൾ സാക്ഷികളായിരിക്കും. പ്രിയപ്പെട്ട യുവാക്കളെ, ലോകം മുഴുവൻ സാക്ഷികളാകാൻ ഇതാ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതാ ഈ സമൂഹം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു ശക്തി, ഉന്നതത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്നത് വരെ നഗരം വിട്ടു പോകരുതെന്ന് കർത്താവ് ശിഷ്യന്മാരോട് അരുളി ചെയ്തതുപോലെ, പ്രിയപ്പെട്ട യുവാക്കളെ, നമുക്ക് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ശേഖരിക്കാം. ഈ ലോകത്തിന് അനുകൂലമാകാതെ, ഈ കാലഘട്ടത്തിന് അനുസൃതമാകാതെ യേശു തമ്പുരാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. സ്വർഗം തുറന്നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഷാലോം ടെലിവിഷനിലൂടെ ലോകമെമ്പാടും ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി നിങ്ങളെ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ വലിയ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുന്ന നിമിഷമാണ്. നിങ്ങളുടെ ഹൃദയം തുറന്ന്, ഉള്ളു തുറന്ന്, മനസ്സ് തുറന്ന് കർത്താവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുന്ന നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രിയപ്പെട്ട അച്ഛൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈ സമയം അത്രയും നമ്മൾ ലോകത്തിലുള്ള മുഴുവൻ യുവാക്കളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കരുണയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും ഞങ്ങളെ സമയത്ത് ചേർത്ത് വെക്കുന്നു. ലോകം മുഴുവനിലുമുള്ള
എല്ലാ യുവജനങ്ങളുടെ മേലും കർത്താവേ നിന്റെ വലിയ കരുണയും സ്നേഹവും നിറയപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യുവത്വം നിന്റെ ദാനമാണ് എന്ന്, നിന്റെ അനുഗ്രഹമാണ് എന്ന് കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുന്നു. യുവജനങ്ങളുടെ മേല് നിന്റെ സ്നേഹം നിറയ്ക്കണമേ. പാപത്തിൻ്റെ, തിന്മയുടെ, ലോകത്തിൻ്റെ ആസക്തികളുടെ അടിമത്തത്തിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട യുവജനങ്ങളെയും കർത്താവെ നീ ഏറ്റെടുക്കണമേ എന്ന്, നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങളിപ്പോൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 10:17 വചനത്തിൻ്റെ അഭിഷേകം ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയുമെന്നുള്ള വചനത്തിൻ്റെ അഭിഷേകം കർത്താവെ ഞങ്ങളുടെ യുവജനങ്ങളിലേക്ക് ഈ സമയത്ത് നിറച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസമുള്ള, വിശുദ്ധിയുള്ള, വിവേകമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു യുവജനങ്ങളെ, തലമുറയെ കർത്താവെ ഈ നാളുകളിൽ നീ വളർത്തിക്കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സഭയെ സ്നേഹിക്കുന്ന, കൂദാശകളെ സ്നേഹിക്കുന്ന, വിശുദ്ധിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപറ്റം യുവജനങ്ങളെ കർത്താവെ ഈ നാളുകളിൽ കാലഘട്ടത്തിൻ്റെ അഭിഷേകം കൊടുത്ത് നീ ഒരുക്കണമേ എന്ന്, വളർത്തണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായ സകല മേഖലകൾ നീ എടുത്തു മാറ്റി വിശുദ്ധീകരിക്കണമേ. കൊളോസസ് 2:15 വചനത്തിൻ്റെ അഭിഷേകത്താൽ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് പരസ്യമായി അതിനെ അവഹേളന പാത്രങ്ങളാക്കി എന്നുള്ള വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവെ വിശുദ്ധി എന്ന വലിയ പുണ്യം, സ്വർഗത്തിൻ്റെ ജ്ഞാനം, വിശ്വാസം ഞങ്ങളുടെ യുവജനങ്ങൾക്ക് നിറച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.